ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തന കേസിൽ ADGP MR അജിത് കുമാർ വിശദീകരണം നൽകിയതോടെ റിപ്പോർട്ട് വൈകാതെ സർക്കാരിന് സമർപ്പിക്കും. ഇന്നലെ DGPക്ക് നൽകിയ വിശദീകരണത്തിൽ അന്വേഷണ റിപ്പോർട്ടിലെ ആരോപണങ്ങൾ നിഷേധിച്ചുവെന്നാണ് സൂചന. വിശദീകരണം ഉടൻ തന്നെ പരിശോധിച്ച് തീരുമാനം എടുക്കും എന്നാണ് DGP അറിയിച്ചിരിക്കുന്നത്. അനന്തകൃഷ്ണന്റെ വിവരങ്ങൾ നൽകും. അനന്തൻ, ഈ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ടും ഉടൻ കാര്യങ്ങൾക്ക് തീരുമാനമാകാനുള്ള സാധ്യതയാണോ ഉള്ളത്? വിവരങ്ങൾ എന്താണ്? മോദി, ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസ് അട്ടിമറിച്ചു എന്നുള്ളതാണ് ADGP MR അജിത് കുമാറിനെതിരായ ആരോപണം. ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ അട്ടിമറിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയ SIT DGPക്ക് നൽകിയ റിപ്പോർട്ടിലും അജിത് കുമാറിന്റെ ഇടപെടലുണ്ട് എന്നുള്ള പരാമർശം ഉണ്ട് എന്നുള്ളതായിരുന്നു സൂചനകൾ. ഏതായാലും അത് സാധൂകരിക്കുന്ന രീതിയിലായിരുന്നു DGPയുടെ പിന്നീടുള്ള നടപടി. സംസ്ഥാന പോലീസ് മേധാവി റോവാഡ ചന്ദ്രശേഖരൻ MR അജിത് കുമാറിനോട് ഈ റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണം ആവശ്യപ്പെട്ടിരുന്നു. അത് കഴിഞ്ഞ ആഴ്ചയാണ് ആവശ്യപ്പെട്ടത്. പക്ഷേ ഇത്ര ദിവസമായിട്ടും DGP നൽകിയിരുന്നില്ല. അദ്ദേഹം പുറത്താണ് എന്നുള്ള മറുപടിയാണ് നൽകിയിരുന്നത്. ഇന്നലെ രാത്രിയോടെയാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ADGP MR അജിത് കുമാർ ഈ റിപ്പോർട്ടിലെ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയത്. ആ വിശദീകരണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ ആരോപണങ്ങൾ പൂർണ്ണമായും MR അജിത് കുമാർ നിഷേധിച്ചുകൊണ്ടുള്ള ഒരു മറുപടിയാണ് DGPക്ക് നൽകിയതെന്നാണ്. എന്നാൽ നമ്മൾ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നത് ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഒരുപക്ഷെ ഈ റിപ്പോർട്ട് പരിഗണിക്കപ്പെടും എന്നുള്ളതായിരുന്നു. എന്നാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ റിപ്പോർട്ട് 2-3 ദിവസത്തിനുള്ളിൽ മാത്രമേ DGP സർക്കാരിലേക്ക് സമർപ്പിക്കുകയുള്ളൂ. ഈ അജിത് കുമാറിന്റെ വിശദീകരണം കൂടി പരിശോധിച്ച ശേഷം ഒരു വിശദമായ റിപ്പോർട്ടാകും, നടപടി ശുപാർശ അടക്കമുള്ള റിപ്പോർട്ടാകും സർക്കാരിലേക്ക് സമർപ്പിക്കുക. അപ്പോൾ അത് മന്ത്രിസഭാ യോഗത്തിന്റെ പരിഗണനയിൽ വരാൻ സാധ്യതയില്ല. അങ്ങനെ വരുമ്പോൾ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്തി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട അനുബന്ധ കാര്യങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഈ റിപ്പോർട്ട് പരിഗണനയ്ക്ക് വരുന്നില്ല. അതിനൊപ്പം തന്നെ ഈ KSU മായി ബന്ധപ്പെട്ട വിവാദം, ഗവൺമെന്റ് പ്ലീഡർ നിയമനവുമായി ബന്ധപ്പെട്ട വിവാദം സംബന്ധിച്ചുള്ള പരാമർശങ്ങൾ ഇന്നത്തെ ക്യാബിനറ്റ് യോഗത്തിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഴിഞ്ഞ ഒരാഴ്ചയായി സർക്കാരിനെതിരെയുള്ള ഒരുപാട് ആരോപണങ്ങളുണ്ട്. ഇത് സംബന്ധിച്ചൊക്കെയുള്ള മറുപടികൾ ഒരുപക്ഷെ ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മോദി.